നവി മുംബൈയിലെ ഫ്ളാറ്റിലുണ്ടായ തീപിടുത്തത്തിൽ 3 മലയാളികൾ ഉൾപ്പെടെ 4 മരണം. തിരുവനന്തപുരം സ്വദേശികളായ സുന്ദർ ബാലകൃഷ്ണൻ, ഭാര്യ പൂജാരാജൻ, 6 വയസ്സുകാരി മകൾ എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാത്രിയാണ് തീപിടുത്തമുണ്ടായത്. ഷോർട്ട് സർക്യൂട്ട് മൂലം AC-യുടെ കംപ്രസർ പൊട്ടിത്തെറിച്ചതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, ഷോർട്ട് സർക്യൂട്ട് തന്നെയാണോ അഗ്നിബാധയിലേക്ക് നയിച്ചത്? മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടോ? വിശദാംശങ്ങൾ. നിലവിൽ പോലീസിന്റെയും ഒപ്പം അഗ്നിശമന സേനയും വ്യക്തമാക്കുന്നത് പ്രാഥമിക നിഗമനം എന്നുള്ള രീതിയിലും ഷോർട്ട് സർക്യൂട്ട് മൂലം AC-യുടെ കംപ്രസർ പൊട്ടിത്തെറിച്ചതാണ് ഈ ഒരു അപകടത്തിന്, തീപിടുത്തത്തിന് കാരണം എന്നുള്ളതാണ്. കൂടുതൽ അന്വേഷണം നടത്തുന്നുണ്ട്. ഇന്നലെ രാത്രിയും 1 മണിയോടുകൂടിയാണ് നവി മുംബൈയിലെ വാഷിയിലെ MG കോംപ്ലക്സിനുള്ളിൽ ഇത്തരത്തിൽ തീപിടുത്തമുണ്ടായത്. ഫ്ളാറ്റിലെ 10ാം നില മുതൽ 12ാം നില വരെ തീ പടർന്നിരുന്നു. ഈ തീപിടുത്തത്തിലാണ് നവി മുംബൈയിൽ ടയർ വ്യാപാരം നടത്തുന്ന തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള സുന്ദർ ബാലകൃഷ്ണൻ, ഭാര്യ പൂജാരാജൻ, ഇവരുടെ 6 വയസ്സുള്ള മകൾ വേദിക സുന്ദർ കൂടാതെ ബാലകൃഷ്ണൻ എന്നിവർ ഈ അപകടത്തിൽ മരിച്ചത്. ആകെ 4 പേരാണ് അപകടത്തിൽ നിലവിൽ മരിച്ചിട്ടുള്ളത്. ഇവരുടെ മൃതദേഹം നവീൻ മുംബൈയിൽ വാഷി മേഖലയിലെ ആശുപത്രിയിലേക്ക് രാവിലെ തന്നെ മാറ്റിയിട്ടുണ്ട്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഇന്നലെ രാത്രി 1 മണിയോടുകൂടിയാണ് തീപിടുത്തമുണ്ടായത്. നിലവിൽ സൂചിപ്പിച്ചതുപോലെ പ്രാഥമിക നിഗമനം ഷോർട്ട് സർക്യൂട്ട് മൂലം AC-യുടെ കംപ്രസർ പൊട്ടിത്തെറിച്ചതാണ് അപകടത്തിലേക്ക് വഴിവെച്ചത് എന്നാണ് അനിൽ. വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് നവി മുംബൈയിൽ നിന്ന് വരുന്നത്. നവി മുംബൈയിലെ ഫ്ളാറ്റിലുണ്ടായ തീപിടുത്തത്തിൽ 3 മലയാളികൾ ഉൾപ്പെടെ 4 പേർ മരിച്ചു. തിരുവനന്തപുരം സ്വദേശികളായ സുന്ദർ ബാലകൃഷ്ണൻ, ഭാര്യ പൂജാരാജൻ, 6 വയസ്സുകാരി മകൾ എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാത്രിയാണ് തീപിടുത്തമുണ്ടായത്. ഷോർട്ട് സർക്യൂട്ട് മൂലം AC-യുടെ കംപ്രസർ പൊട്ടിത്തെറിച്ചതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.